അരുമനാഥനാകുന്ന യേശു നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരമാ പഠിപ്പിച്ചത്: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പുത്രത്തിൻ്റെ ബന്ധത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ 2, നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രയർ എന്ന് പറയുന്നത് നിന്റെ നാമം മഹത്വപ്പെടണമേ. എനിക്കറിയത്തില്ല എത്ര പേര് പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തന്നതായിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നതായിരിക്കുന്ന സമാധാനം, ദൈവം തന്നതായിരിക്കുന്ന സമൃദ്ധി, ദൈവം തന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ. സഹോദര, ചോദിക്കട്ടെ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന തുടങ്ങേണ്ടത് പുത്രന്റെ നാമത്തിലാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ ഒരു പകൽക്കാലം മുഴുവൻ നടത്തിയ വഴികളെ ഓർത്ത്, രാത്രികാലം മുഴുവൻ നമ്മെ പരിപാലിച്ചത് ഓർത്തുകൊണ്ട്, കരങ്ങൾ താങ്ങി നമ്മെ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ദാസനോടുകൂടെ ചേർന്ന് പറയണം: യഹോവ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. എൻ്റെ കരം കൊണ്ടല്ല, എൻ്റെ ബലം കൊണ്ടല്ല ഞാൻ ഉണർന്നത്, യഹോവ താങ്ങിയാൽ. എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ അവസ്ഥകളാ. പലപ്പോഴും എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്തൊക്കെയോ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്നോ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് തൃത്വത്തിൽ 3-ാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ തക്കടം ആഗ്രഹിക്കുന്നത്.